ഓഡീഷനില് മണ്ട് ചന്ദനക്ക് കിട്ടിയില്ല. പിന്നെ അവള് റിജക്റ്റ് ആയി. ആ പടത്തിന്റെ പേരെന്തോ നിനക്ക്? എന്താ? പേപ്പട്ടി. പേപ്പട്ടി സിനിമയ്ക്കകത്താണോ നിനക്ക് ഇത്രയും കഴിവുള്ള നീ അഭിനയിക്കേണ്ടത്? ആണോ? സത്യാണോ? ആ, അത് അറിഞ്ഞേച്ചാ വന്നത്. അതെ. ആ, എന്നാലും അവൾക്ക് ഓഡീഷന് പോവാൻ പറ്റിയില്ലേ? എടി ഓഡീഷൻ അവൾ 1001 പേരിൽ ഒരാളായിട്ടല്ലേ പോയത്, പറ്റിയില്ല ലൈനിൽ പോയി നിന്നത്. എന്നാലും എനിക്ക് അതിന് പോലും പറ്റില്ലല്ലോ. നിനക്ക് ലൈനിൽ പോയി പേപ്പട്ടില്ല അഭിനയിക്കണ്ടേ? നീ എന്തുവായിരുന്നു പറഞ്ഞത്? അവര് കല്യാണത്തിന് പോയതായിരുന്നില്ലയോ? അല്ല, അടിയന്തരത്തിനാ പോയത്. ആണോ? ആ, എടാ, അവൾക്ക് ഓഡീഷന് പോയതാ. എന്നിട്ട് സിനിമയിൽ അവസരം കിട്ടി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടോ എനിക്ക് കിട്ടിയോടാ? കിട്ടിയോ? ഈ ലോകം എന്നോട് ഭയങ്കര പ്രശ്നം. കണ്ടോ? ഇങ്ങനെയൊന്നും ആരോട് ചെയ്യാൻ പാടില്ല. എന്തിനാ അറിയാൻ പാടില്ലടാ, എനിക്ക് സങ്കടം വരുന്നടാ. ഞാൻ അവളുടെ ഓഡീഷൻ വരെ വീഡിയോ കണ്ടു. എന്റെ കൂട്ടുകാരനായിരുന്നു അവൾ ഓഡീഷൻ എടുത്തത്. ആ, നിന്റെ കൂട്ടുകാരനോ? എടി നല്ല ഓഡീഷനാന്ന് ഞാൻ നിന്നെ പറഞ്ഞു വിടത്തില്ലയോ? നല്ലതല്ലാത്തോണ്ടല്ലേ പറഞ്ഞു വിടാഞ്ഞത്? ചേടാ, നമുക്ക് എന്നാലും എടാ നമുക്കിത് അത് കൊള്ളാത്തതല്ലേ. നീ നായികയായിരിക്കുന്നത് നീ പേപ്പട്ടി സിനിമയിലാണ് പോണ്ടത്. സഹിക്കാൻ പറ്റുന്നില്ല സുബ്ബു. നീ മണ്ട് ചന്ദ്രയുടെ ലെവൽ അല്ലല്ലോ. അല്ല, ഒരു കാര്യം ചെയ്യ്. നമുക്ക് മൊത്തമായിട്ടൊന്ന് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു ഇതിന്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. മണിച്ചിത്രത്തായിട്ട് ആന്നേലും ആരാ മുത്തുനി ഇൻഫർമേഷൻ പറഞ്ഞ അവിടെ നിന്ന് വിട്ടേ? അല്ല, അത് നമുക്ക് മൊത്തത്തോട് നമുക്ക് ചോദിക്കാം. ചോദിക്കണം. അവസരം കിട്ടിയ പോലെ നീ ചോദിക്കണ്ട. ചെറുപ്പം തൊട്ട് എനിക്കറിയാവുന്നില്ലേ, ഞാൻ ചോദിച്ചോളാം. എടാ, നീ എണീറ്റ് വന്നേ. എടാ, നമുക്ക് ചോദിക്കാം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയ പോരെ? വേണ്ട, വിളിക്കണ്ട. നമുക്ക് നേരിട്ട് പോയിട്ട് സംസാരിച്ച് കാര്യങ്ങൾ എല്ലാം സെറ്റ്. ശോഭനെ, ഞാൻ റെഡിയാക്കും കാര്യം. முத்தோண்ணா, நீங்க எங்களை பத்தி எல்லாம் என்ன நினைச்சு வச்சிருக்கீங்க? நான் நினைக்கிறதெல்லாம் உனக்கு ஏன்டா சொல்லணும்? நானு இல்ல, இவங்க உங்க ஃப்ரெண்டு தானா? சரி, உங்களுக்கு ஒரு நல்ல காரியம் வரும்போது இவங்களையும் கூப்பிட வேண்டியதானா? எதுக்குடா கூப்பிடணும்? நான் ஏன் கூப்பிடணும்? என் ஒய்ஃபுக்கு ஒரு நல்ல விஷயம் நடக்கும்போது நான் எதுக்கு ஊர்ல இருக்கிறவங்ககிட்டலாம் சொல்லணும்? பாத்தியா? എടാ മുത്തു, ഒറ്റ മനുഷ്യൻ അറിയാതെ ഞാൻ 20 വർഷം കൊണ്ട് കൊണ്ടുനടക്കുന്ന ഒരു സാധനം ഇപ്പൊ ഞാൻ പൊട്ടിക്കും. നീ ചുമ്മാ എപ്പോ നോക്കിയാലും നീ ഈ സാധനം വെച്ച്. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ ഭാര്യയ്ക്ക് ജൈഫി രക്ഷപ്പെടാൻ ഒരു സാധനം കിട്ടി. അതെന്തുവാ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ പോയ വഴിക്ക് അവൾക്ക് സെലക്ട് ആയി. അതിനിപ്പോ ഞാനിപ്പോ നിങ്ങളെയൊക്കെ പറയണം, നിങ്ങളെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറയുന്നത് ഏത് വിധത്തിലാടാ ന്യായം? ஒரு காரியம் ഞാൻ പറയാം. நீங்க பண்ணது சரிதானா? நான் பண்ணதுல என்ன தப்புன்றேன்? என்ன பிரச்சனை? என் ஒய்ஃபுக்கு ஒரு ஆப்பர்ச்சுனிட்டி கிடைச்சிருக்கு. அவ அதுல போய் பெரிய ஆள் ஆகணும்னா ஆகட்டுமே. இது எதுக்குப்பா நான் எல்லாருக்கிட்டையும் சொல்லிக்கிட்டு இருக்கணும்? இவங்க உங்க நண்பன் தானா? നൻപണ്ണാ നൻപന്നാ, ഞാൻ ഒരു വിഷയം കേക്കട്ടാ. ഇത് നിന്റെ വൈഫിന് കിട്ടിയിരുന്നെങ്കിൽ നിന്റെ വൈഫ് വന്ന് എന്റെ വൈഫിനോട് പറയുമായിരുന്നോ? നീ പറ. പറയുമായിരുന്നോ? ഞാൻ പറയില്ല. അപ്പൊ പിന്നെ ഞാൻ എന്തിനു പറയണം? அது போட்டும், அது விடுங்க. இப்ப உங்க வைஃபுக்கு சான்ஸ் கிடைச்சிருக்கியா? ஆமா, கிடைச்சிருக்கு. நல்ல சான்ஸ் தானே? நல்லதான் நினைக்கிறேன். நல்லதான் நினைக்கிறேன். என்ன ஹீரோயினாக்கு கிடைச்சிருக்கா? இதெல்லாம் எதுக்குடா நான் உனக்கு சொல்லணும்? நீ யாரா? இல்ல, இதெல்லாம் காம்ப்ரமைஸ் பண்ண வேண்டியதானே? எதுக்கு காம்ப்ரமைஸ்? எங்களுக்குள்ள எந்த பிரச்சனையும் இல்லை. പ്രശ്നം ഉണ്ട്. என்ன பிரச்சனை? എന്റെ ഭാര്യക്ക് കിട്ടാതെ നിന്റെ ഭാര്യക്ക് കൂടെ കിട്ടിയ എടാ, നിന്റെ ഭാര്യ എന്റെ ഭാര്യയും കൂടെ വന്ന് നിന്റെ ഭാര്യക്ക് കിട്ടിയ അവസരം എന്റെ ഭാര്യ തട്ടിപ്പുറത്തോട്ട് പോയൊന്നും അല്ലല്ലോ. അവക്കൊരു അവസരം വന്ന് അവൾ അവിടെ പോയി ചെയ്തു. നിങ്ങളേതാ നിന്റെ ഭാര്യയുടെ സാധനം എന്റെ ഭാര്യ അടിച്ചു മാറ്റിയ പോലാണല്ലോ നിന്റെ ഒരു സംസാരം. வீட்டுக்குள்ள ரொம்ப பிரச்சனை இருக்கு. வீட்டுக்குள்ள பிரச்சனைனா நீ போடா. என்னடா வந்து கூப்பிட்டு இருக்கீங்க? நான் ஒரு சொல்யூஷன் சொல்லட்டுமா? இப்ப சந்தனுக்கு சான்ஸ் கிடைச்சிருக்கு. சரி, சந்தன நினைச்சா இவங்க வைஃபுக்கு ஒரு நல்ல சான்ஸ் கிடைக்கூலே. എന്തിന്? எதுக்குன்றேன். இப்ப நான் ஒரு விஷயம் கேட்கட்டா? இவன் வைஃபுக்கு இந்த மாதிரி ஒரு சான்ஸ் கிடைச்சதுன்னா இவன் வைஃப் என் வைஃபை கொண்டு போய் அதுல சேர்ப்பாங்களா? அது எனக்கு தெரியாது. சேர்ப்பாங்களா? ഇപ്പോഴത്തെ സൊല്യൂഷൻ നോക്കണ്ട, സേപ്പാങ്ങളെ അല്ല. ചേർക്കോ ഇല്ല? നീ അതിന് ഉത്തരം പറ. അല്ല, നീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ചേർക്കത്തില്ല. നമ്മളെ നൻപനല്ലടാ. നീ ചേർത്ത നിന്റെ ഭാര്യ സമ്മതിക്കോടാ? ചന്ദനെ വിളിച്ചൊന്ന് കേക്ക്. എനിക്ക് വീട്ടിൽ കയറോക്കുന്നില്ലടാ മുത്തു. അങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കേ. നിങ്ങൾ ഏതാണ്ട് ഞാൻ ഏതാണ്ട് വലിയ ഇത് ചെയ്ത പോലാണല്ലോ എന്നോട് സംസാരിക്കുന്നത്.
ആ അല്ല എന്താണെങ്കിലും നമുക്ക് ചന്ദനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. ഞാൻ വിളിക്കാം. മോളെ ചന്ദന എന്നല്ല, അതെ ഇനി കാര്യങ്ങൾ ചോദിക്കും. എന്തിനാടി അവൻ വിളിച്ചപ്പോ നീ വന്നേ? അല്ല ചന്ദനെന്ന് വിളിച്ചില്ല, അതുകൊണ്ട് വന്നതാ. ആ അല്ല പേര് വിളിച്ചാരാണല്ലോ വരുമല്ലോ, അങ്ങനെയാണല്ലോ. ചന്ദ്രനെ നല്ലല്ലോ അവൻ വിളിച്ചേ, മോളെ നല്ലോ അവൻ വിളിച്ചേ. ആണോ? ഞാൻ ചന്ദനാന്ന് കേട്ടെ, അതാ ഞാൻ വന്നേ. അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ മുത്തണ്ണ? പിന്നില്ലേ നൻപൻ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നൻപന്റെ വൈഫ് നമ്മുടെ ശോഭനയില്ലേ, അവൾക്ക് നിനക്ക് അവസരം കിട്ടിയതും അവളാണല്ലോ സിനിമയിൽ ഇപ്പൊ കയറി ഇപ്പൊ അഭിനയിക്കുമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നേ. അവൾക്ക് ഇപ്പൊ അവസരം കിട്ടാത്ത കാരണം നൻപന് ചോറ് കൊടുക്കുന്നില്ല, വീട്ടിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അവള് കരച്ചിലോടെ കരച്ചിലാണ്. മൊത്തത്തിൽ അവര് ഇതായി ഇപ്പോൾ ശോകം അടിച്ചിരിക്കുവാണ്. എനിക്ക് കഴിവുള്ളോണ്ടല്ലേ എനിക്ക് അവസരം കിട്ടിയത്, നീ പറ. അതെ അതല്ല സംഭവം. എന്താന്ന് വെച്ചാ അവന്റെ നീ കയറിയ ആ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ സൈഡ് റോളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ റെഫർ ചെയ്ത് അവക്കൂടെ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോഴത്തെ ഈ മീറ്റിങ്ങിന്റെ ഒരു അജണ്ട. മുത്തണ്ണം പറഞ്ഞതുകൊണ്ട് ഞാൻ വേണേ ഒരു കാര്യം ചെയ്യാം. വേണേ അതുവഴി പോകുന്ന വല്ല ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, വല്ല മുത്തശ്ശിയോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയൊരു റോള് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് നോക്കാം. അതും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, വീട്ടില് ഭയങ്കര പ്രശ്നമാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്ക്. എന്റെ സുബു, നീ എന്തിനാ എന്നെ നിർബന്ധിക്കുന്നത്? ഈ നല്ലാഷൻ ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ ഓഡിഷന് പോയത്. അല്ല ഓഡീഷനൊക്കെ പോകണമെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അല്ല അഭിനയിക്കാൻ അറിയാവുന്നവർ വീട്ടിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. നീ എന്താടി എന്നോട് പറയാഞ്ഞേ? അല്ല ഞാൻ ചോദിച്ചപ്പോ നീ നിന്റെ ആരാണ്ട് ഫ്രണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഇവനാണോ നിന്റെ ഫ്രണ്ട്? അല്ല, എനിക്ക് നല്ലൊരു അവസരം വാങ്ങിച്ചു തരാമെന്ന് നല്ലാഷൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയാം. നീ എന്തിനാടി അവൻ അവസരം വാങ്ങിച്ചു കൊടുത്താ പോയേ? എന്റെ മുത്തണ്ണ ഒരു സിനിമയിൽ ഒരു അവസരം തരാന്ന് പറഞ്ഞപ്പോഴല്ലേ പോയത്. നല്ലാഷൻ ചേട്ടൻ പാവല്ലേ. ഞാൻ പറയാം. പറഞ്ഞു മനസ്സിലാക്കി. നീ എന്നോട് പറയാതെ പോയത് മോശമായിപ്പോയി. ഇവനാണെന്ന് എന്നോട് നിനക്ക് പറയത്തില്ലായിരുന്നോ? ഒന്നും പറയണ്ട, പോ. എന്ത് മുത്തണ്ണ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടി നീ രാത്രി പുതപ്പിനകത്ത് കൊതു കിടന്ന് മൂളുന്ന പോലെ മൂളാതെ. മുത്തണ്ണ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിനക്ക് പറയത്തില്ലായിരുന്നു അവനാണ് അവസരം മേടിച്ചു തന്നേന്ന്. ഞാൻ എന്താ പറയാനാ? എങ്ങനെ അധ്വാനിക്കാതെ ജീവിക്കാന്ന് ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാ ഞാന്. അതല്ല, നല്ല സിനിമയിൽ അവസരം തരാന്ന് പറഞ്ഞതല്ലേ. അതാ ഞാൻ പറയുന്നേ, അത് അവനാ മേടിച്ചു തന്നേന്ന് നീ പറയുവായിരുന്നെ പിന്നെ എന്താണ് കുഴപ്പം? ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നോ? അതല്ല, അത് കിട്ടി കണ്ട് പറയാന്ന് വിചാരിച്ചു മുത്തണ്ണ. നീ കിട്ടി കഴിഞ്ഞിട്ടും പറഞ്ഞില്ലല്ലോ നീ എന്നോട്. അയ്യോ നിന്നെ ഇവിടെ താമസിപ്പിച്ചത് ഞാനാന്നോ? നീയാ അവളെ അപ്പൊ ഓഡീഷന് പറഞ്ഞു വിട്ടതല്ലയോ? എടാ ഞാനാണ് പറഞ്ഞു വിട്ടത്. അതിൻ്റെ അതൊരു കാര്യം എന്താണെന്ന് നിനക്കറിയോ? ഇത്രയും നേരം നീ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് പൊട്ടം കളിപ്പിക്കായിരുന്നല്ലയോ? തമിഴിന് എവിടെ ആയിരുന്നു പോയത്? ഒരുങ്ങിട്ട് കല്യാണത്തിന് പോയായിരുന്നു. എന്റെ അമ്മമ്മയുടെ കല്യാണമായിരുന്നു ഇല്ലടാ. എടാ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ അവക്ക് അഭിനയിക്കാൻ അറിയാം. നിന്റെ പെണ്ണുപിള്ളക്ക് അഭിനയിക്കാൻ അറിയാവോ? എന്റെ പെണ്ണുപിള്ള എവിടെ റീലൊക്കെ ചെയ്യുന്നില്ലയോ? എടാ അത് കണ്ടുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് നിന്റെ പെണ്ണുപിള്ള ശോഭനയ്ക്ക് അഭിനയിക്കാനേ അറിയത്തില്ല. നീ ഒരു ഡയറക്ടറാണോ? ആണോ? നീ ഒരു ഡയറക്ടർ ആകുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടത്? നിന്റെ പെണ്ണുപിള്ളക്ക് അഭിനയം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം, അത് പഠിപ്പിക്കണം. അല്ലാതെ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. നീ ഇത്ര നല്ല ഡയറക്ടർ ആണെങ്കിൽ നിനക്ക് ആ അഭിനയിക്കാനുള്ള കഴിവ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അത് അഭിനയിക്കാൻ അറിയാമെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അല്ലാണ്ട് റീല് കാണുന്നതാണ് അഭിനയം. റീലാണോ അഭിനയം? അല്ല നിനക്ക് എന്താ തോന്നുന്നത്? റീലാണോ അഭിനയം? നീ ഒന്ന് പറഞ്ഞ്. അതിന് താഴത്തെ എന്താ പറഞ്ഞേ? അല്ല നമ്മള് അഭിനയിക്കാൻ പഠിക്കണം എന്നുള്ളത് ഞാനിങ്ങനെ പറയുമായിരുന്നു. അഭിനയം. സുബു എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോട്ടാ.